കൊല്ലം അരുവ അഞ്ചാലമൂട് സ്വദേശിയായ അനൂപ് മോഹൻ വർഷങ്ങളായി സൗദിയിലാണ് ജോലി ചെയ്തിരുന്നത്. സൗദിയിലെ കിഴക്കൻ പ്രവേശിയിൽപ്പെട്ട തുഗ്ബയിൽ വർഷവും പെയിന്റിംഗ് തൊഴിലാളിയായി ജോലി നോക്കി വരികയായിരുന്നു അനൂപ്. അനൂപിന്റെ ഭാര്യ രമ്യമോളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഭർത്താവിനൊപ്പം സൗദിയിൽ കുറച്ചുനാൾ താമസിക്കണമെന്നത്. അങ്ങനെ ഒടുവിൽ സമയവും സാമ്പത്തികവും എല്ലാം ഒത്തുവന്നപ്പോഴാണ് അനൂപ് 5 മാസങ്ങൾക്ക് മുൻപ് ഭാര്യയെയും 5 വയസ്സുകാരിയായ മകൾ ആരാധികയും സൗദിയിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത മാസത്തോടെ ഇരുവരുടെയും വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരാറായിരിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് അന്യനാട്ടിൽ വെച്ച് ഈ കുടുംബത്തെ തേടി മരണമെത്തുന്നത്. കഴിഞ്ഞ ദിവസം മകൾ ആരാധ്യയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് ഇവരുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന സൗദികൾ വന്ന് നോക്കുന്നത്. വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടത് കൊണ്ട് തന്നെ സംശയം തോന്നിയ അയൽവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും രമ്യമോളെ കട്ടിലിൽ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. അമ്മയുടെ മൃതദേഹത്തിനരികെ ആ കൊച്ചു കുഞ്ഞിരുന്ന് കരയുകയായിരുന്നു. നെഞ്ചു പിടയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അമ്മ എഴുന്നേൽക്കുന്നില്ലെന്നും അച്ഛൻ ഫാനിൽ തൂങ്ങിയതായും 5 വയസ്സുള്ള മകൾ ആരാധ്യ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ജീവനൊടുക്കും മുൻപ് കുട്ടിയെ കൊലപ്പെടുത്താനായി അനൂപ് ശ്രമം നടത്തിയിരുന്നതായും സൂചനയുണ്ട്. തലയണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് അനൂപ് നടത്തിയിരുന്നത് എന്ന് കുട്ടി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കുഞ്ഞ് കരഞ്ഞതോടുകൂടി ശ്രമം ഉപേക്ഷിച്ച് അച്ഛൻ ഇറങ്ങിപ്പോയതായും കുട്ടി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് കുട്ടി അച്ഛനെ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി അമ്മ ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്നാണ് കുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം നേരത്തെ നടന്നിരിക്കാമെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ രമ്യയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അറിയാൻ സാധിക്കൂ എന്ന് പോലീസ് അറിയിച്ചു. കുടുംബകലഹമാണ് ഇരുവരുടെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കുഞ്ഞിനെ ഇപ്പോൾ അവിടെ മറ്റൊരു മലയാളി കുടുംബത്തിനൊപ്പം താമസിപ്പിച്ചിരിക്കുകയാണ്. വേഗത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. എന്തായാലും ദമ്പതികളുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ ഞെട്ടലിലാണ് കൊല്ലം കരുവ നിവാസികൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.